ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുതെന്ന് ഹേമ കമ്മീഷൻ അറിയിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അവർ കൊടുത്ത കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി കരുതിയുമില്ല. റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി മാർഗനിർദ്ദേശം പാലിക്കണമെന്നാണ് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. കമ്മിറ്റിയുടെ കത്ത് ദുരാഖ്യാനം ചെയ്ത് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും വി സതീശൻ ആവശ്യപ്പെട്ടു. ലൈംഗിക പീഡന കേസുകളിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? അത് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരിക്കുന്നതിനുള്ള തടസ്സവുമല്ല. പോക്സോ നിയമപ്രകാരം കേസ് എടുക്കേണ്ട കാര്യം വരെ റിപ്പോർട്ടിലുണ്ട്. പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ട ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് അത് മറച്ചു വെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. 4.5 വർഷം മുമ്പ് ലഭിച്ച ഈ റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുൻ മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നടത്തണ്ടേ? വാട്സാപ്പ് സന്ദേശങ്ങളും മൊഴികളും അടങ്ങുന്ന പെൻഡ്രൈവുകളും അടക്കം ഇരകൾ കൊടുത്ത തെളിവുകൾ 4.5 വർഷം സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും ഒരു അന്വേഷണവും നടത്തിയില്ല. ഒരു കാരവാൻ ഡ്രൈവർ നടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയതായി പരാതി കൊടുത്തിട്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും വി സതീശൻ ചൂണ്ടിക്കാട്ടി. മൊഴിയും തെളിവുകളുമുള്ള സാഹചര്യത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘം രൂപീകരിച്ച് നടപടിയെടുക്കണം. വേട്ടക്കാർക്കെതിരെ പോരാടുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 4.5 വർഷം വേട്ടക്കാരെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ചെയ്തത്. വേണ്ടപ്പെട്ട പലരും ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. നടപടിയെടുക്കാതിരിക്കാൻ നിയമപരമായ എന്ത് തടസ്സമാണുള്ളതെന്ന് പറയാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ നിലപാട് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. കുറ്റം ചെയ്തവർ എത്ര വലിയവരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് തങ്ങളുടെ നിലപാടെന്നും വി സതീശൻ പറഞ്ഞു.